ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്നത്തെ വീഡിയോ ആണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായിന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ പത്തനംതിട്ടയുടെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും കാണുമ്പോൾ പട്ടിക്കാടായിട്ട് തോന്നുമെങ്കിലും ഇത് ഞങ്ങളുടെ പത്തനംതിട്ടയുടെ ഹൃദയമാണ്. അതായത് ഇത്രയും ശുദ്ധമായ എയറും ഇത്രയും ശുദ്ധമായ വെള്ളവും വേറെ എവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അത്ര പ്യുവറാണ് ഇവിടുത്തെ കാറ്റായാലും ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും ഇവിടുത്തെ വെള്ളമായാലും അത്രയ്ക്കും പ്യുവറാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ പറയട്ടെ, ഇത് ഞങ്ങളുടെ തണ്ണിത്തോട് തേക്കത്തോട് ഭാഗമാണ്. കോന്നി എന്ന് പറയും. പത്തനംതിട്ട, പ്രോപ്പർ പത്തനംതിട്ട തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഇവിടെ കാണാൻ വേണ്ടി ഈ കാടും മലയും പുഴയും മാത്രമേ ഉള്ളല്ലോ എന്ന്. പക്ഷേ ഈ കാടും മലയും പുഴയും അത് തരുന്നൊരു സൗന്ദര്യം, അത് തരുന്നൊരു കംഫർട്ട്നെസ്സും ഉണ്ടല്ലോ, വേറെ എവിടെ നിന്ന് എന്തായാലും കിട്ടാൻ പോണില്ല. അപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേക്കത്തോട് ആ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് പോയിട്ടുള്ളതാണ്. ഷോർട്ട് വീഡിയോസിന് വേണ്ടി മാത്രമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ പോയത്. നമ്മുടെ യൂട്യൂബിൻ്റെ ഏർണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതായത് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇനി എന്തായാലും ദിവസങ്ങളും കൂടി ഉള്ളൂ ഇനി നമുക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി അറിയാം എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട് എല്ലാവരെയും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം പല നാട്ടിലും വിദേശത്തും ഒക്കെ ആയിട്ടുള്ളവരല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അവരും കൂടെ കാണട്ടെ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി എന്താണെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല ക്യാമറ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കാട് മാത്രമല്ല, അത്യാവശ്യം ടൗൺ ഏരിയാസും അവിടെ തന്നെ ഉണ്ട്. പിന്നെ വലിയ ടൗണൊന്നും അല്ലെന്നേ ഉള്ളൂ, ചെറിയൊരു ടൗൺ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കയറാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി 1 മിനിറ്റ് ഷോർട്ട്സ് ആയിട്ട് തന്നെ കയറ്റാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ ഒക്കെ ഒരു മെർജ് ചെയ്തിട്ടുള്ളൊരു പോർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം നമ്മൾ അവിടെ എടുത്തിട്ടുള്ള A to Z വിട്ടിട്ടില്ല. ഇതിനകത്തൊരു കോമഡി കിടപ്പുണ്ട്. അതാണ് ശരിക്കും ഇതിൻ്റെ റിയൽ ഷോർട്ട് വീഡിയോ. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. അപ്പം നിങ്ങളൊക്കെ അറിയണമല്ലോ, ഈ പാവാടയും ബ്ലൗസും ഇടാൻ അറിയാത്തോളൂ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കണതിൻ്റെ പാടെന്താണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ഇട്ട് നടക്കാൻ തന്നെ അറിയില്ല. കുറേ കാലമായി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പക്ഷെങ്കിൽ ഇതിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വൃത്തികേടായിരിക്കും, എല്ലാവരും കളിയാക്കുമെന്ന് വിചാരിച്ചു. അതും നല്ല ഭംഗിയായിട്ടുണ്ടായി. അപ്പം ഇതാണ് നമ്മുടെ നാടെന്ന് പറയണത്. ഇതാണ് നമ്മുടെ അവിടുത്തെ തോട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉണക്കിൻ്റെയാണ് ഇത്രയും വരണ്ട് കിടക്കണത്. അതല്ലെങ്കിൽ നല്ല ഭംഗിയിൽ തുള്ളിച്ചാടി ഒഴുകണ ഒരു വെള്ളമാണിത്. അപ്പോൾ കുറച്ച് നേരം ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ കണ്ടോ, ഇത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കല്ലുകൾ വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായി. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്ലുകൾ വെച്ച് കൊട്ടാരം ഉണ്ടാക്കില്ലേ, അതായത് പല നിലകളുള്ള കൊട്ടാരം. അപ്പോൾ നമ്മൾ വീട് വെക്കാനും നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണിത്. നമുക്കൊരു വീടൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ അങ്ങനെ അടുക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് അടുക്കാമെന്ന് വെച്ചു. അവിടെ കിടന്ന കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് പെറുക്കി കൊണ്ടുവച്ചിട്ട് അതടുക്കി വെച്ചു. കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. പിന്നെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. 2-3 ഡാൻസ് വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് സന്തോഷമായി. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പരിമിതികൾ വെച്ചും കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അത് കാണുമ്പോൾ, അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലപ്പുറം എന്താണെന്ന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ അഭിപ്രായവും, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണവും ഒക്കെ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പോൾ ഇത്ര എങ്കിൽ കയറി പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ സൂപ്പർ താങ്ക്സ് പോലെ ഉള്ള ഇത് കാരണോട് നമുക്ക് ഏണിങ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ബൈ.